ഇന്ന് കേൾക്കുന്ന ഈ വചനങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് പറയാൻ കഴിയും, കർത്താവായ യേശുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയും കർത്താവായ യേശുവിൻ്റെ മേഘ പ്രത്യക്ഷതയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഈ വചന കേൾവിയാൽ കുറച്ചുകൂടെ ഉറപ്പിക്കപ്പെടും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മേഘപ്രത്യക്ഷതയെയും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെയും വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മേഘപ്രത്യക്ഷത എന്നത് സുവിശേഷങ്ങളിലും മഹത്വ പ്രത്യക്ഷത എന്നത് ലേഖനങ്ങളിലും കൂടുതൽ വിശദീകരിച്ചിരിക്കുന്നു എന്നത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. മേഘപ്രത്യക്ഷതയ്ക്കകത്ത് യഹൂദനോടുള്ള ബന്ധത്തിലും മഹത്വ പ്രത്യക്ഷതയ്ക്കകത്ത് സകല ജാതികളോടുള്ള ബന്ധത്തിലുമാണ് ദൈവം ഇടപെടുന്നതെന്ന് തിരിച്ചറിയണമേ. ഞാൻ ഒന്നുകൂടെ പറയാം. മേഘപ്രത്യക്ഷതയ്ക്കകത്ത് യഹൂദനോടും മഹത്വ പ്രത്യക്ഷതയ്ക്കകത്ത് സകല ജാതികളോടുമാണ് ദൈവം ഇടപെടുന്നതെന്ന് തിരിച്ചറിയണമേ. അവിടെ ഇത് രണ്ടും തമ്മിൽ ഒന്നാണെന്ന് തോന്നുമാറുള്ള ഒരുപാട് വാക്യങ്ങൾ ആ ഭാഗത്തുണ്ട്. പക്ഷെ തെറ്റിദ്ധാരണ കൂടാതെ ഇത് പഠിക്കാൻ വിധേയമാക്കിയാൽ നിങ്ങൾക്ക് ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയും. മത്തായി സുവിശേഷത്തിൽ വിശദീകരിക്കുമ്പോൾ മിന്നൽ കിഴക്കുനിന്ന് വിളങ്ങി പടിഞ്ഞാറ് വിളങ്ങുന്ന പോലെ, കിഴക്കുനിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറ് വിളങ്ങുന്ന പോലെ മനുഷ്യപുത്രൻ്റെ വരവാകും. അപ്പോൾ അതുപോലെ തന്നെ പറയുന്നു, മനുഷ്യപുത്രൻ മേഘങ്ങളിൽ വരുന്നത് നിങ്ങൾ കാണും. മത്തായി സുവിശേഷത്തിൽ ഒരു തലമുറയോട് മത്തായി 24 സംസാരിക്കുമ്പോൾ അവരോട് പർട്ടിക്കുലറായിട്ട് യേശു പറയുന്ന വാക്യങ്ങളാണത്. മനുഷ്യപുത്രൻ മേഘങ്ങളിൽ പ്രത്യക്ഷനാകുന്നത് നിങ്ങൾ കാണും എന്ന പ്രയോഗം. എന്നാൽ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിലും കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിലും വെളിപ്പാട് പുസ്തകത്തിലുമൊക്കെ മേഘങ്ങളിൽ നാം എടുക്കപ്പെടുമെന്നും ആകാശത്തിൽ കർത്താവ് വരുമെന്നുമുള്ള പ്രയോഗം നിങ്ങൾക്ക് കാണാം. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. മേഘങ്ങളിൽ നാം എടുക്കപ്പെടുമെന്നും ആകാശത്തിൽ കർത്താവ് വരുമെന്നുമുള്ള ഭാഗം ശ്രദ്ധിക്കാം. അപ്പോൾ പഴയ നിയമത്തിലുടനീളം മേഘത്തെ വാഹനമാക്കി മേഘാരൂഢനായി മേഘങ്ങളുടെ അകമ്പടിയോടെ ദൈവം വന്നിട്ടുള്ളത് എന്തിനാന്ന് ഇതിനു മുമ്പുള്ള തുടർമാന പ്രസംഗങ്ങളിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. എവിടൊക്കെ ദൈവം ന്യായവിധി നടത്താൻ വന്നിട്ടുണ്ടോ അവിടൊക്കെ മേഘങ്ങളെ വാഹനമേറി മേഘങ്ങളെ വാഹനമാക്കി മിസ്രൈമിലാകട്ടെ, ബാബിലോണിൻ്റെ മേലാകട്ടെ, ജാതീയ രാജാക്കന്മാരുടെ മേലാകട്ടെ, ഓരോ ദേശത്തും ദൈവം ന്യായവിധി നടത്താൻ വരുന്നത് മേഘങ്ങളെ വാഹനമാക്കിയായിരുന്നുവെന്ന് പഴയ നിയമത്തിൻ്റെ വിശദീകരണത്തിലൂടെ വാക്യം സഹിതം ഞാൻ വിശദീകരിച്ച് കഴിഞ്ഞതാണ്. എന്നാൽ ഈ മേഘപ്രത്യക്ഷതയും മഹത്വ പ്രത്യക്ഷതയും തമ്മിൽ, ഈ മേഘവും ആകാശവും തമ്മിലുള്ള വ്യത്യാസം പോലെ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. മത്തായി സുവിശേഷത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, അവിടെ പറയുന്നത് ഞാൻ കള്ളനെ പോലെ വരുമെന്ന. ഒന്ന് പറഞ്ഞ്, കള്ളനെ പോലെ വരുമെന്ന. നിനക്കാത്ത നാഴികയിൽ ഞാൻ കള്ളനെ പോലെ വരുമെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ടൈമിങ്ങിൽ, അപ്രതീക്ഷിതമായ സമയത്ത്, ഒരു പ്രതീക്ഷയില്ലാത്ത സമയത്ത് നിങ്ങളുടെ മേൽ വാള് വന്നു വീഴും, നിങ്ങളുടെ മേൽ ന്യായവിധി വന്നു വീഴും എന്ന ശബ്ദമാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങൾക്ക് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ആഗമനവും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ചുള്ള വിശദീകരണം തരുമ്പം അവിടെ നിങ്ങൾക്കറിയാം, കള്ളനെ പോലെയുള്ള വരവല്ല, ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളമൊക്കെ മുഴക്കി രാജാവായിട്ട് വരുന്ന വരവാണ് മഹത്വ പ്രത്യക്ഷത. ഹല്ലേലൂയ. കള്ളനെ പോലെ വരുന്നതും രാജാവായിട്ട് വരുന്നതും രണ്ടും രണ്ടായിട്ടാണ് വേദപുസ്തകം വിശദീകരിച്ചിരിക്കുന്നത്. കള്ളനെ പോലെയുള്ള വരവാണ് മേഘത്തിന്മേലുള്ള വരവെന്ന് വിശദീകരിച്ചിരിക്കുന്നത്. അത് പറയുമ്പോൾ തന്നെ മത്തായി 24:34 പറയുമ്പോൾ പറയുന്നു, ഇതൊക്കെയും സംഭവിക്കുമ്പോഴും ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല. പർട്ടിക്കുലറായ ആ ഒരു ജനറേഷനോട് സംസാരിക്കുമ്പോൾ മേഘങ്ങളുടെ മേൽ, മേഘത്തെ വാഹനമാക്കി മിസ്രൈമിൻ്റെ മേൽ ന്യായവിധി നടത്താൻ വരുന്ന ചിത്രമുണ്ട്. എന്നാൽ
എന്നാൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഇനി പ്രത്യക്ഷനാകാൻ പോകുന്നത്, അവർക്ക് വേണ്ടി അവരുടെ മേൽ ന്യായവിധി നടത്താൻ പ്രത്യക്ഷനായത് മേഘങ്ങൾ വാഹനമാക്കുകയാണെങ്കിൽ, നമ്മുടെ മേൽ ഇനി പ്രത്യക്ഷമാകാൻ പോകുന്നതും കർത്താവായ യേശുവിൻ്റെ പ്രത്യക്ഷതയിൽ സംഭവിക്കുന്ന രണ്ട് കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ്. ജീവനോടെ ശേഷിക്കുന്നവർക്ക് രൂപാന്തരം ഉണ്ടാകും, മരിച്ചവർക്ക് ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും. അവൻ്റെ അടുക്കൽ നമ്മൾ ചെന്ന് നാം യേശുവുമായി സമമായിട്ട് ഭൂമിയിലേക്ക് ആഗമിക്കും. അതാ ഇനി സംഭവിക്കാനിരിക്കുന്ന കാര്യം. അപ്പം അത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകുമ്പോഴാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൽ ഈ രണ്ട് പ്രത്യക്ഷത തമ്മിലൊന്ന് തിരിച്ച് വിശ്വാസികളോട് സംസാരിക്കാൻ അപ്പോസ്തലൻ ശ്രമിച്ചിരിക്കുന്ന ഭാഗത്തേക്കാണ് ഇന്ന് നിങ്ങളെ ക്ഷണിക്കുന്നത്. റെഡിയാണോ എൻ്റെ കൂടെ വരാനായിട്ട്? തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 5-ാമത്തെ അധ്യായം ദയവായിട്ട് പെട്ടെന്നൊന്ന് എടുത്താട്ടെ. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെക്കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് തന്നെ നന്നായി അറിയുന്നുവല്ലോ. ഡേ ഓഫ് ദ ലോർഡ്, അത് വളരെ വിശദീകരിക്കേണ്ട ഒരു വാക്കാണ്. കർത്താവിൻ്റെ നാൾ. നിങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് അടിവര ഇട്ടോ, ഞാൻ പിന്നത്തെ അത് വിശദീകരിക്കുന്നുണ്ട്. ഇന്നല്ല സാവകാശത്തിൽ അത് വിശദീകരിക്കാം. കർത്താവിൻ്റെ നാൾ വരുന്നുവെന്ന്, കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ കർത്താവിൻ്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം ഭവിക്കും. അവർ തെറ്റി ഒഴിയാവുന്നതുമല്ല. ഇനി 4-ാമത്തെ വാക്യം നോക്കിയേ. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിക്കാൻ നിങ്ങൾ ഇരുട്ടിനുള്ളവരല്ല. ഹല്ലേലൂയ. അപ്പം ഇവിടെ അവർക്ക്, നിങ്ങൾക്ക് രണ്ട് വിശദീകരണം നിങ്ങളൊന്ന് നോക്കിക്കോ. അവർ, 3-ാം വാക്യം നോക്കിക്കേ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. അവർക്ക് തെറ്റി ഒഴിവാകുന്നതല്ല. ശ്രദ്ധിച്ചു കേട്ടെ. അവർ, ഈ വാക്യത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. 3-ാം വാക്യത്തിൽ അവർക്ക്. ഇനി താഴേക്ക് വായിച്ചു നോക്കിയേ. 4-ാമത്തെ വാക്യം. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ വന്ന് പിടിക്കാൻ. അപ്പൊ ഇവിടുത്തെ രണ്ട് ഗ്രൂപ്പ് നിങ്ങളൊന്ന് എടുക്കണം. ഒന്ന് അവർ, രണ്ട് നിങ്ങൾ. ചേർന്നൊന്ന് പറയാമോ? അവർ, പിന്നെ നിങ്ങൾ. ഹല്ലേലൂയ. അവർ, നിങ്ങൾ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ഉം 2-ഉം ലേഖനത്തിൻ്റെ കാലയളവ് വലിയ വിദൂരതയിലല്ല. എന്ന് പറഞ്ഞാൽ AD 52 നമുക്ക് 2-ാം ലേഖനം എഴുതപ്പെട്ടുവെങ്കിൽ AD 50 1-ാം ലേഖനം എഴുതപ്പെട്ടു എന്നാണ് പ്രധാന അനുമാനം. എനിവേ, അത് നമ്മുടെ വിഷയത്തിൽപ്പെട്ട കാര്യമല്ല. ഇവിടെ ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ ഈ രണ്ട് കാറ്റഗറി തിരിച്ച് പറയുന്നുണ്ട്. ഒരു കൂട്ടർക്ക് കള്ളനെ പോലെയാണ്, മറ്റൊരു കൂട്ടർക്ക് അവരുടെ രാജാവ് വരുന്നത് പോലെയാണ്. താഴേക്കൊന്ന് വിശദീകരിച്ച് നോക്കിക്കോ. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾക്കറിയാവുന്നതല്ലോ. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ സംശയമില്ല. കള്ളൻ രാത്രി വരുന്ന പോലെ കർത്താവിൻ്റെ വരവാകും. ഇതേത് വരവിൻ്റെ വിശദീകരണമാണ്? താഴേക്ക് നോക്കിയേ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. അവർക്ക് തെറ്റി ഒഴിവാകുന്നതല്ല. അപ്പോൾ ആരുടെ മേലോ നാശം വന്ന് ഭവിക്കുമെന്നും അവർക്ക് നാശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്നും 3-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ വിശദീകരിക്കുക. അപ്പം കർത്താവിൻ്റെ നാള് ഒന്ന് അതിൻ്റെ ആ പീരിയോഡിക്കൽ ക്രമത്തിലൊന്നെടുത്ത്, കർത്താവിൻ്റെ നാള്, ആ നാളിൽ ഗർഭിണി പ്രസവവേദന അൺഎക്സ്പെക്റ്റഡ് ടൈമിൽ വരുന്നത് പോലെ, അപ്രതീക്ഷിതമായ സമയത്ത് വരുന്ന പോലെ കർത്താവിൻ്റെ നാള് അവരുടെ മേൽ വരികയാണ്. ആ കർത്താവിൻ്റെ നാളിൽ ഗുണമല്ല അവർക്കുണ്ടായത്. പിന്നെ നോക്കിയേ നിങ്ങൾക്ക് എല്ലാം അവർക്ക് പെട്ടെന്ന് നാശം ഭവിക്കും. അവർക്ക് തെറ്റി ഒഴിയാവുന്നതല്ല. തെറ്റി ഒഴിയാൻ പറ്റാത്ത ഒരു ന്യായവിധിയുടെ ചിത്രം ഈ വാക്യം 3-ലുണ്ട്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ തെറ്റി ഒഴിയാൻ പറ്റാതെ അവരുടെ മേൽ വരുന്ന ന്യായവിധിയുടെ ചിത്രം 5-3-ലുണ്ട്. എന്നാൽ ഇനി നമ്മോട് പറയുമ്പോൾ നോക്കിക്കേ. എന്നാൽ സഹോദരന്മാരെ, 4-ാമത്തെ വാക്യം, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിനുള്ളവരല്ല. അപ്പോൾ ആ നാൾ കള്ളനെ പോലെ ആയിരിക്കുന്ന ആർക്കാ?
ഇരുട്ടിനുള്ളവർക്കാണ്. നമ്മൾ ആർക്കുള്ളതാ? വെളിച്ചത്തിനുള്ളവരാ. കരമടിച്ചൊന്ന് യേശുവിനൊന്ന് ആരാധന കൊടുത്ത്. അപ്പൊ കള്ളനെ പോലെ വന്ന് നാശം വിതയ്ക്കുന്നത് ആർക്കാ? അവർക്കാ. ഒന്നുകൂടെ ഞാൻ പറയാം. കള്ളനെ പോലെ വന്ന് പെട്ടെന്ന് നാശം. 3-ാം വാക്യം അല്ലേ? സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ വന്ന് നിങ്ങളെ പിടിക്കാൻ അവർക്ക് പെട്ടെന്ന് നാശം ഭവിക്കും. അവർക്ക് തെറ്റിയൊഴിവാവുന്നതല്ല, തെറ്റിയൊഴിയാൻ പറ്റത്തില്ല അവർക്ക്. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ നോക്കി 4-ാമത്തെ വാക്യം. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ നിങ്ങൾക്ക് കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിക്കാൻ നിങ്ങൾ ഇരുട്ടിനുള്ളവരല്ല. ഇവിടെ വ്യക്തമാക്കുന്ന അപ്പോസ്തലൻ, ആ നാളിൽ നിങ്ങൾക്കൊരു ദോഷം ഉണ്ടാകുകയില്ല. ദൈവ മക്കൾക്ക് ആ നാളിൽ ദോഷം ഉണ്ടാകുകയില്ല. മേളിൽ അവരോട് പറയുന്നു, നിങ്ങൾക്ക് പെട്ടെന്ന് നാശം ഉണ്ടാകും. പക്ഷെ താഴെ പറയുന്നു, നിങ്ങളെ അത് പിടിക്കത്തില്ല, ആ നാശം നിങ്ങളെ തൊടത്തില്ല. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. ഹല്ലേലൂയ. എന്നിട്ട് നിങ്ങൾ ആരാന്ന് പറയുകയാണ്. 5-ാമത്തെ വാക്യം നോക്കി. നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുട്ടിനും ഉള്ളവരല്ല. ഒന്ന് പറഞ്ഞേ, ഞാൻ രാത്രിക്കും ഇരുട്ടിനും ഉള്ളവരല്ല. കള്ളൻ എന്ന പോലെ വന്ന് നാശം വരേണ്ടതിന് ഞാൻ രാത്രിക്കും ഇരുട്ടിനുള്ളവരും അല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്ന് സുബോധമായിരിക്കുക. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും, ഈ സ്നേഹമെന്ന കവചവും ശിരസ്ത്രമായി രക്ഷയും, നോക്കിയ വാക്ക്, രക്ഷയും പ്രത്യാശയും ധരിച്ചു കൊള്ളുക, സുബോധമായിരിക്കുക. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. സുബോധമായിരിക്കുക. 9-ാമത്തെ വാക്യം ഏറ്റവും നിർണായകമായ വാക്യമാണ്. ദൈവം നമ്മെ കോപത്തിനല്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എന്തുകൊണ്ടാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ വിശദീകരിക്കുക? നമ്മെ കോപത്തിനല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മേൽ ഇനി വരാൻ പോകുന്ന ദൈവകോപം അല്ല, നമ്മെ കോപത്തിനല്ല. തൊട്ട് താഴത്തെ വാക്യം എന്ന് പറയുക, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയിരുന്നാലും. 5:10, 1 തെസ്സലോനിക്കർ 5:10. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ദയവായിട്ട് ശ്രദ്ധിക്കുക. നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയിരുന്നാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് തന്നോടുകൂടെ മരിച്ചവനായ, നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തേ. ഹല്ലേലൂയ. നാം കോപത്തിനല്ല, പിന്നെയോ രക്ഷയ്ക്ക് നിയമിക്കപ്പെട്ടവരാണ്. ചേർന്നെന്ന് പറഞ്ഞു, ഞാൻ കോപത്തിനല്ല, ഞാൻ രക്ഷയ്ക്ക് നിയമിക്കപ്പെട്ടവരാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്കറിയാം, 4-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യവും 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യവും 2-ാം ലേഖനത്തിന്റെ 1-ഉം 2-ഉം അധ്യായത്തിലെ വാക്യം എല്ലാം പരസ്പര ബന്ധിതമാണ്. 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഒന്ന് നോക്കി. ഈ വാക്യം പറഞ്ഞ് ആശ്വസിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞ വാക്യം, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും. കണ്ടോ, 4:16 വേണമെങ്കിൽ ഒന്ന് വായിച്ചോ വാക്ക്. തൊട്ടുപുറയിലത്തെ അധ്യായം 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന അവനോട് ഒരുമിച്ച് ആകാശത്തിൽ, ശ്രദ്ധിക്കണേ, ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. നോക്കിയേ, മഹത്വ പ്രത്യക്ഷതയിൽ കർത്താവ് ആകാശത്തിൽ വരുമ്പം നമ്മൾ എതിരേൽക്കുകയാണ്. കർത്താവിനെ മേഘങ്ങളിൽ എടുക്കപ്പെടും. എന്തിനു വേണ്ടി? യേശുവിനെ എതിരേൽപ്പാൻ. ആകാശത്തിൽ വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ നാം എടുക്കപ്പെടും. ഇത് ഏത് പ്രത്യക്ഷതയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മഹത്വ പ്രത്യക്ഷതയാണ്. കള്ളനെ പോലെയുള്ള വരവല്ല. കള്ളൻ എവിടെയെങ്കിലും ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കാഹളം മുഴക്കിയൊക്കെ വരാറുണ്ടോ? നിങ്ങളുടെയൊക്കെ വീടുകളിൽ കള്ളം കയറിയിട്ടുണ്ടെങ്കിൽ അറിയാം, ആരുമില്ലാത്ത സമയത്ത് അനങ്ങാതെ ശബ്ദം ഉണ്ടാക്കാതെ കള്ളം വരത്തുള്ളൂ. പക്ഷെ ഈ വരവ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇത് കള്ളനെ പോലെയുള്ള വരവല്ല. ഗംഭീരനാദം മുഴക്കി, പ്രധാന ദൈവദൂതന്റെ ശബ്ദം മുഴക്കി, ദൈവത്തിന്റെ കാഹളം മുഴക്കി, ഓ ഹല്ലേലൂയ, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ജീവനോടെ ശേഷിക്കുന്നവർക്ക് രൂപാന്തരം സംഭവിച്ച് അവരുടെ രാജാവിനെ അവർ പോയി എതിരേറ്റ് ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന കാര്യമാണ് 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പറയുന്നത്. അപ്പൊ ഇവരുടെ ഇടയിലും ഈ സംശയം ഉണ്ടായിരുന്നു. ഏത് സംശയം? ദൈവത്തിന്റെ കോപം ഞങ്ങളുടെ മേ വീഴുവോ? അപ്പോൾ അതിന് മുമ്പ് ദൈവത്തിന്റെ ഭരണം വരുമോ? അപ്പൊ ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മത്തായി 23 കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചു, ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. ജെറുസലേമേ, ജെറുസലേമേ, കോഴി തൻ്റെ കുഞ്ഞിനെ
ചിറകിൻ കീഴിൽ മറയ്ക്കുന്ന പോലെ എനിക്ക് നിന്നെ മറപ്പാൻ മനസ്സായിരുന്നു, പക്ഷെ നിനക്കെന്നെ കൈക്കൊള്ളാൻ മനസ്സിലായിരുന്നു. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. അവരോടാ സംസാരിക്കുക. നിങ്ങോട്ട് നോക്കിക്കേ. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിൻ്റെ നാമത്തിൽ വന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് പറയുവോളം നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. പിന്നെ താഴേക്ക് വിശദീകരിക്കുമ്പോൾ പറയുകയാണ്, പ്രവാചകന്മാരെ കല്ലെറുകയും കൊല്ലുകയും ചെയ്തവളെ. എന്നിട്ട് പറയുക അതിൻ്റെ ഒക്കെയും ന്യായവിധി ഹാബേലിൻ്റെ രക്തം മുതൽ ബെരഖാവിൻ്റെ മകനായ സെഖരിയാവിൻ്റെ രക്തം വരെ ഈ തലമുറയുടെ മേൽ വരും. ഒരു തലമുറ, ആ നിൽക്കുന്ന തലമുറയെ നോക്കിയിട്ട് പറയാണ്, ഈ തലമുറയുടെ മേൽ ഇത് വരും. സെഖരിയാവിൻ്റെ, ബെരഖാവിൻ്റെ മകനായ സെഖരിയാവിൻ്റെ രക്തം വരെ, യാഗപീഠത്തിനും മന്ദിരത്തിനും ഇടയിൽ വെച്ച് കൊല്ലപ്പെട്ട ബെരഖാവിൻ്റെ മകനായ സെഖരിയാവിൻ്റെ രക്തം വരെ ഈ തലമുറയുടെ മേൽ വരും. ഈ തലമുറയുടെ മേൽ വരുമെന്ന് കർത്താവ് മത്തായി 23 ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് മത്തായി 24 പറഞ്ഞ അതേ കാര്യമാണ് അപ്പോസ്തലൻ തെസ്സലോനിക്കർക്ക് AD 50 1-ാം ലേഖനം എഴുതുമ്പോൾ വിശദീകരിച്ച് പറയുന്നത്, സഹോദരന്മാരെ, കള്ളൻ വരുന്നത് പോലെ ഇടമേൽ ഇത് സംഭവിക്കാൻ പോകുകയാണ്. ഞാനിവിടെ ഒരു വാക്യം കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം, ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. 5-ാം അധ്യായത്തിലെ ഒരു വാക്യം കൂടെ. അവർ സമാധാനമെന്നും, 3-ാമത്തെ വാക്യം എന്ന് പറഞ്ഞേ, അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ, അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ആ വാക്ക്? ജാതീയ ഗവർണറായ പീലാത്തോസിന് വിവരം ഉണ്ടായിരുന്നു. അയാൾക്ക് മനസ്സിലായി സംഭവം തീക്കളിയാ, ഇതോട് തൊട്ടിട്ട് എന്തിനാ വെറുതെ കൈ കൊള്ളുന്നത്. ആള് കൈ കഴുകി മാറി നിന്നിട്ട് പറഞ്ഞു, അയ്യോ എനിക്ക് ഈ നീതിമാന്റെ രക്തത്തിൽ പങ്കില്ല. പീലാത്തോസ് കൈ കഴുകി മാറി നിന്നപ്പോൾ ഹല്ലേലൂയ ഇസ്രായേലുകാർ കയറി നിന്ന് പറഞ്ഞു, പീലാത്തോസേ, ഇതിൻ്റെ പ്രതികാരം, ഇവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. അപ്പം ആ പറച്ചില് അത് ദൈവം കൊടുത്തതല്ല, ചോദിച്ചു വാങ്ങിയതാണ്. മറ്റൊരു വാക്കി പറഞ്ഞാൽ അത് അവർ അനുഭവിച്ചേ പറ്റുള്ളൂ. കാരണം പോയി മേടിച്ചതാ. അത് ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞ ആ ശാപം അക്ഷരാർത്ഥത്തിൽ അവരുടെ മേലും അവരുടെ മക്കളുടെ മേലും ഒരു തലമുറ കാലഘട്ടത്തിനകത്ത് സംഭവിക്കുകയാണ്. യേശു പറയുമ്പോൾ ദേവാലയം ഇടിയുന്നു. ആ പറഞ്ഞ പ്രവചനമാണ് AD 70 വെസ്പേസിയൻ്റെ മകനാകുന്ന ടൈറ്റസിൻ്റെ നേതൃത്വത്തിൽ ദേവാലയം തകർത്ത് കളഞ്ഞു. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരുമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഭവനം ശൂന്യമായി തീർന്നു. വേറൊരു കാര്യം നിങ്ങൾക്കറിയാമോ? ഈ സമയത്ത് ഇവരുടെ ഭവനം ശൂന്യമായി തീരാൻ ഒരു സാധ്യതയും ഇല്ലാത്തൊരു സമയമാണ്. കാരണം ഇവരുടെ ജൂയിഷ് ഫെസ്റ്റിവലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെരുന്നാളാണ്, ഒരു ആഘോഷമാണ് പെസഹായുടെ ആഘോഷം. പെസഹായുടെ ആഘോഷം നടക്കുമ്പോൾ ലോകത്തിൻ്റെ അറുതിയിൽ നിന്ന് അറുതി വരെ യഹൂദ മതാനുസാരികളും ഭക്തരായ യഹൂദന്മാരും പെസഹ ആചരിക്കാൻ വേണ്ടി അവരുടെ പുണ്യസ്ഥലമായ ജെറുസലേമിൽ എത്തുക പൊതുപതിവാണ്. ഇങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവിച്ച ഏറ്റവും വലിയ കെടുതി ഇവർക്ക് സംഭവിക്കുക. അതുകൊണ്ടാണ് 3-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. അവർ സമാധാനമെന്നും, പാസ് ഓവർ, അതാ പെസഹ, കടന്നുപോക്ക്, സംഹാരകൻ കൊല്ലുന്നവൻ ഞങ്ങളെ വിട്ട് കടന്നുപോയി, അതാണ് പാസ് ഓവർ. അപ്പുറത്തെ വീട്ടിൽ കൊലപാതകം നടന്നു, ഇപ്പുറത്തെ വീട്ടിൽ കൊലപാതകം നടന്നു, പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ കൊലപാതകം നടന്നില്ല. കൊല്ലുന്നവൻ ഞങ്ങളെ വിട്ട് പാസ് ഓവറായി, അതാണ് പെസഹ. ഇവർ പറഞ്ഞു ഞങ്ങൾക്കൊരു പ്രശ്നവും വരാനില്ല, ന്യായവിധിയൊക്കെ ജാതികളുടെ മേൽ വരും, ഞങ്ങളുടെ ദൈവത്തിൻ്റെ സ്വന്തം ജനമാ, ഞങ്ങൾക്ക് ഒരു പ്രശ്നവും വരാനില്ല എന്ന് ചിന്തിച്ച സമയത്ത് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ ആ വാക്യം നിങ്ങളൊന്ന് നോക്കിക്കേ. അവർ സമാധാനമെന്നും നിർഭയമെന്നും, നോക്കാ വാക്ക്, സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്കും പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. ആർക്ക്? അവർക്ക്. എപ്പോൾ അത് സംഭവിച്ചു? അതാണ് അക്ഷരാർത്ഥത്തിൽ AD 70 അവരുടെ നാശം നമ്മൾ കണ്ടു. ചരിത്രത്തിൽ അവരുടെ ഭവനം ശൂന്യമായി തീർന്നു. സൈന്യങ്ങൾ യെരൂശലേമിനെ ചുറ്റി, വിശുദ്ധ നഗരത്തെ സൈന്യങ്ങൾ ചുറ്റി ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിന്നു. 42 മാസം അഥവാ 3.5 വർഷം ജാതികൾ യെരൂശലേമിനെ ചവിട്ടിക്കളഞ്ഞു. അക്ഷരാർത്ഥത്തിൽ ആ പ്രവചനം മുഴുവൻ അവിടെ സംഭവിച്ചു കഴിഞ്ഞു. എന്നാൽ ഇനി സംഭവിക്കാനിരിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യമുണ്ട്. ഇവിടെ 2 കാര്യം പറയുമ്പോൾ പറയുന്നു, അവർക്ക് കള്ളനെ പോലെ വന്നു,
നാശം വിതച്ചേച്ചു പോയി. ഹല്ലേലൂയ. മേഘത്തെ വാഹനമാക്കി അവരുടെ അടുക്കൽ വന്ന് അവർക്ക് കോപം വെളിപ്പെടുത്തി. എന്നിട്ട് നിങ്ങളെ വിളിച്ചിട്ട് പറയും, അയ്യോ, കോപം വെളിപ്പെടുത്താൻ നിങ്ങൾ കോപത്തിനുള്ളവരല്ല. നോക്കി 5-ാം അധ്യായത്തിൻ്റെ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 5-ാമത്തെ അധ്യായം നോക്കി. നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹമെന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. അടുത്ത വാക്ക് 5:9, ദൈവം നമ്മെ കോപത്തിനല്ല. രണ്ട് കൂട്ടരെ എടുത്തിട്ട് പറയാം, കോപത്തിനാണ്. എൻ്റെ കോപം ഞാൻ അവരുടെ മേലെ കാണിക്കും. നമ്മളെ വിളിച്ചിട്ട് പറയാ, നിങ്ങളെ കോപത്തിനല്ല. ഒന്ന് കരമടിച്ച് ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. നിങ്ങളെ വിളിച്ചത് കോപത്തിനല്ല. എൻ്റെ കർത്താവ് വരുന്നത് ഇനി കോപം വെളിപ്പെടുത്താനല്ല, രാജ്യം വെളിപ്പെടുത്താനാ. ഓ, കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്ത്. എത്ര പേർക്ക് മനസ്സിലായി? ഒന്നുകൂടെ ഞാൻ പറയാം. ഇനി എൻ്റെ യേശു വരുന്നത് കോപം വെളിപ്പെടുത്താനല്ല, പിന്നെയോ രാജ്യം വെളിപ്പെടുത്തുവാനാണ്. ആ രാജാവിൻ്റെ വരവാണ് കാണേണ്ടത്. ഗംഭീരനാദം. പണ്ട് കാലത്ത് രാജാക്കന്മാർ പുറപ്പെട്ടതൊക്കെ അങ്ങനെയാണ്. മുമ്പിൽ ദൂതന്മാർ കാഹളം മുഴക്കും, പെരുമ്പറയിൽ ശബ്ദം മുഴങ്ങും, രാജാതിരാജാവ് എഴുന്നള്ളുന്നേ. ഈ ശബ്ദത്തിൻ്റെ ശബ്ദം മുന്നോടിയായി ആദ്യം പോകും, പിൻപിൽ എഴുന്നള്ളുന്നു എന്ന് പറഞ്ഞ രാജാവിനെ പ്രകീർത്തിക്കുന്ന വാക്കുകളുമായി അടുത്തുള്ള ഭടന്മാർ വരും. ഇവിടെയും അതുണ്ട്. രാജാവിൻ്റെ ശബ്ദമുണ്ട്, രാജാവിൻ്റെ ദൂതന്മാരുണ്ട്, രാജാവിൻ്റെ ദൂതഗണങ്ങളുണ്ട്, ഗംഭീരനാദമുണ്ട്, പ്രധാന ദൈവദൂതൻ്റെ ശബ്ദമുണ്ട്, ദൈവത്തിൻ്റെ കാഹളമുണ്ട്. ഇതൊരു റോയൽ എൻട്രിയാണ്. ഇതൊരു രാജാവിൻ്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനമാണ്. തൻ്റെ മക്കളിലൂടെ ദൈവരാജ്യ സ്ഥാപനം ഉദ്ദേശിച്ച ദൈവം അത് അവരിലൂടെ നടക്കുന്നതിൻ്റെ പൂർണ്ണതയിൽ ദൈവരാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുവാൻ ഈ ലോകത്തിലേക്ക് വരുന്ന കാര്യമാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലൻ 2-ാം ഭാഗത്ത് വിശദീകരിക്കുക. അപ്പോൾ ഈ 1-ാം ഭാഗവും 2-ാം ഭാഗവും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. കള്ളനെ പോലെയുള്ള വരവും രാജാവിനെ പോലെയുള്ള വരവും തെറ്റിദ്ധരിച്ചതാണ് ആത്മഗോളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കള്ളനെ പോലെ വന്നപ്പം നിങ്ങൾക്കറിയാം, സമാധാനമെന്ന് അവർ പറഞ്ഞു. തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ തന്നെ അപ്പോസ്തലൻ വിശ്വാസ സമൂഹത്തോട് പറയുക, ഇത് നിങ്ങളെ റിലേറ്റ് ചെയ്ത കാര്യമേ അല്ല, ഇത് അവരെ റിലേറ്റ് ചെയ്ത കാര്യമാണ്, ഇത് നിങ്ങളോട് ബന്ധപ്പെട്ട കാര്യമേ അല്ല. അടുത്തിരിക്കുന്ന ആളോട് കരം കൊടുത്ത് പറ, നാശം നിങ്ങളോട് ബന്ധപ്പെട്ടതല്ല. ഓ ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, ഇന്നത് കേൾക്കുമ്പോൾ അറിഞ്ഞോണം, അവർക്ക് നാശമായത് നിങ്ങൾക്ക് അനുഗ്രഹമായി മാറിയിരിക്കുകയാണ്. ഓ, ഒന്ന് കരമടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചു. ഇന്ന് വിശേഷാൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ അറിയാനിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം, ദൈവത്തിൻ്റെ കോപം ഇനി ദേശത്ത് വെളിപ്പെടുന്ന നോക്കിയിരിക്കരുത്. പിന്നെയോ എന്താ നോക്കിയിരിക്കേണ്ടതെന്ന് അറിയാമോ? സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ കർത്താവിൻ്റെ മഹത്വം കൊണ്ട് എൻ്റെ ദേശം, എൻ്റെ രാജ്യം, എൻ്റെ സംസ്ഥാനം, എൻ്റെ ജില്ല നിറഞ്ഞ് കവിയുന്നത് കാണണം. അത് കാണുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളും വളർന്നു പന്തലിക്കുകയാണ്. മുങ്ങാൻ പോകുന്ന ഒരു കപ്പലിലല്ല സഹോദരങ്ങളെ നിങ്ങൾ കയറിയിരിക്കുന്നത്. നിങ്ങളുടെ നാഥൻ നിങ്ങളെ തിരമാലയ്ക്ക് വിട്ടുകൊടുത്തേച്ച് മാറി നിൽക്കുന്ന നാഥനല്ല. തിരയുടെ മേളിൽ കാല് പതിപ്പിച്ച് തൻ്റെ പ്രിയ മക്കളുടെ അടുത്തിറങ്ങി വന്ന്, ഇല്ല ഒരു നാളും കൈവിടത്തില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞ് ആ കൃപയാ ഇത് കണ്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീടുകളിലേക്ക് വ്യാപരിക്കുന്നത്, വ്യക്തിത്വങ്ങളിലേക്ക് വ്യാപരിക്കുന്നത്, എന്തു വലിയ അത്ഭുതത്തിനും ഇപ്പോൾ തയ്യാറായിക്കോ. ഇതതിൻ്റെ സമയമാണ്. കാരണം വേറൊന്നുമല്ല, അവൻ വരുന്നത് കള്ളനെ പോലെ അല്ല. കള്ളനെ പോലെ ആയിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് അപഹരിച്ചോണ്ട് പോയേനെ. രാജാവിനെ പോലെ ആകയാൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, കൈ നിറച്ച് ദാനം തരാനവൻ വരുന്നത്. ന്യായവിധിക്ക് വേണ്ടി അല്ല അവൻ വരുന്നത്. ഓ, തൻ്റെ രാജ്യസ്ഥാപനത്തിന് വേണ്ടി അവൻ വരുന്നത്. പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് ന്യായവിധി ഇല്ല. കരമടിച്ച് യേശുവിന് ആരാധന കൊടുത്ത്. ചേച്ചി, നിങ്ങൾ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ കർത്താവിനെ ചൂണ്ടിക്കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ മകളുടെ ഇവിടെ ഈ ഭാഗത്ത് കെട്ടപ്പെട്ടിരിക്കുക. എന്നാ പറ്റിയതാ? അത് സ്പോണ്ടിലോസിസ് ആണ്. ഇവിടെ കയറിയുന്നു. ഫാദർ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, അങ്ങയേക്കാൾ വേറെ ഒന്നിനെയും ഞങ്ങൾ സ്നേഹിക്കുകയില്ല. അങ്ങയുടെ ആ ജീവന്റെ ചൈതന്യത്തെ വർഷങ്ങളായിട്ട് ഈ മകള് വലയുമായതും കൊണ്ട്, അയ്യോ, ഇതിൻ്റെ കാഠിന്യം കർത്താവിനെ കാണിക്കുന്നു. ഇതിൻ്റെ കാഠിന്യം കർത്താവിനെ കാണിക്കുന്നു.
നീ അസ്വസ്ഥത കൊണ്ട് നിനക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. അതുപോലെ നിന്നെ ഈ അസ്വസ്ഥത കെട്ടിവെച്ചിരിക്കുക. പക്ഷെ ഇന്ന് ചങ്ങല അഴിച്ച് സ്വാതന്ത്ര്യപ്പെടുത്തുന്ന കൃപ, ഓ ഓ ഓ ഓ ഓ ഓ ഓ കർത്താവിന്റെ ശക്തി അവിടെ മേൽ അടിക്കുന്ന കാണുക. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ മഹത്വം കൊണ്ട് ആ ശരീരം നിറയുന്ന കാണുക. ആ ബാധ അഴിഞ്ഞു വീഴുന്നു. സൗഖ്യമാവട്ടെ. ഓ ശക്തി അടിക്കട്ടെ. അയ്യോ, അവരുടെ മേലെ ആ ദൈവശക്തി ഇറങ്ങിക്കൊണ്ടിരിക്കുക. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തു. 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 അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ഓ ടച്ച് 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 ടച്ച്. ഇല്ല, ഇപ്പോഴും ആ സംഭവം നടന്നുകൊണ്ടിരിക്കുക. സ്പർശനം നടന്നുകൊണ്ടിരിക്കുക. അവളുടെ ശരീരത്തിൽ നിന്ന് തന്നെ ആ ബാധ അഴിഞ്ഞു വീഴുകയാണ്. ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് ബോഡി. ഓ ശക്തി ഇറങ്ങുന്നു. യേശുവേ, അതിനെ അങ്ങ് സൗഖ്യമാക്കി വിടുവിച്ചയക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. സംഭവിച്ചു കഴിഞ്ഞു. മകളെ, ഇത് എത്ര വർഷമായതാ? 3 വർഷമായി. 3 വർഷം. ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന് പറയുന്നത് സത്യമാണ്. അതെ അതെ അതെ. വെയിറ്റ് ഒക്കെ ഇട്ടതാണ്. വെയിറ്റ് ഒക്കെ ഇട്ടതാ ഓൾറെഡി. യേശു ഇതാ ഇവിടുന്ന് ഇങ്ങനെ അതിനെ എടുത്തു മാറ്റുന്നത്. ഈ ഒരു പോർഷൻ മുഴുവൻ കർത്താവിന്റെ ഗ്ലോറി ഇറങ്ങി വരുന്ന ഞാൻ കണ്ടു. ഞാൻ കാണിക്കുന്ന ഈ ഒരു സ്ഥലം കണ്ടു. ഈ ഒരു ഏരിയ മുഴുവൻ കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരുന്ന ഞാൻ കണ്ടു. അത്ഭുതകരമായിട്ട് കർത്താവ് നിന്നെ സൗഖ്യമാക്കി. നോക്കിക്കോ, കൊണ്ടുവന്ന ആ സാധനം ഇവിടെ ഇരുന്നപ്പോഴും ഉണ്ടായിരുന്നല്ലേ? ഇപ്പൊ അതവിടെ ഉണ്ടോന്ന് നോക്കി. എന്നാ വേണേ ചെയ്, ഇടിക്കുവോ പിടിക്കുവോ, എന്നാ വേണേ ചെയ്തു. ഇല്ല ഇല്ല, പൂർണ്ണ സൗഖ്യം. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി ഞങ്ങളെ പ്രാപ്തരാക്കിയ കർത്താവേ, ഈ നിന്റെ മക്കൾ അറിയട്ടെ, കള്ളനെ പോലെ വരാൻ, ഇനിയൊരു ന്യായവിധി നടത്താനല്ല നിന്റെ മക്കളെ വിളിച്ചിരിക്കുന്നത്. സഭ ഒരു മഹോപദ്രവവും എതിർ ക്രിസ്തുവിന്റെ വകയായിട്ട് ഉണ്ടാകുന്നതിലൂടെ കടന്നു പോകയില്ല. നിന്റെ മക്കൾ ഇന്ന് ഉറപ്പ് പ്രാപിക്കട്ടെ. കോപം കാണിക്കാനല്ല ദൈവം വിളിച്ചത്, തേജസിന്റെ ധനം കാണിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. ഇന്ന് ഇത് കേൾക്കുന്ന മക്കളുടെ മേൽ ഇത് ജീവനാകട്ടെ. അവർ വെളിച്ചത്തിലുള്ള അവകാശത്തിലേക്ക് സ്റ്റെപ്പ് വെക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇരുട്ടിൽ തപ്പിത്തടയുന്ന ദാസന്മാരല്ലവർ.